വീടുകളെങ്ങും ഓണ തിരക്കുകളിലാണ്. പൂക്കളമിടാനുള്ള പ്ലാനുകളും ഓണസദ്യയുടെ മെനു, ഷോപ്പിംഗ്, യാത്രകൾ, അങ്ങനെ ഓരോരുത്തർക്കും ഓണത്തെ വരവേൽക്കാനുള്ള തിരക്കുകളുള്ള ദിവസങ്ങളിൽ കൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ആണെങ്കിൽ അവധിയുടെ സന്തോഷം, നാട്ടിലേക്ക് ാണെങ്കിൽ വീട്ടിലെത്തുന്നതിന്റെ സന്തോഷം. ഓണം ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സന്തോഷമാണല്ലേ നൽകുന്നത്. ഈ ഒരു ഓണപ്പാട്ടിന്റെ മൂഡിൽ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്, നാട്ടിലും ലോകത്തും എന്താണ് സംഭവിക്കുന്നത്, ട്രെൻഡിങ്ങിൽ എന്താണ്, സിനിമയിലും സ്പോർട്സിലും എന്തൊക്കെയാണ് വിശേഷങ്ങൾ, അങ്ങനെ കുറേ വാർത്തകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല ഫീലിൽ തന്നെ ഇന്നത്തെ നമ്മുടെ ദിവസം നമുക്ക് തുടങ്ങാം. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. വീണ്ടും സമരമുഖത്തേക്ക് CJP, തുടർ നടപടികൾ ആസൂത്രണം ചെയ്യാൻ ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗം ഇന്ന്. ഇഡി കേസ് പ്രതികളുടെ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ നടപടി, വീഴ്ച വരുത്തിയ 6 പേരെ AR ക്യാമ്പിലേക്ക് മാറ്റും. SHOയുടെ കാര്യത്തിൽ തീരുമാനം പിന്നീട്. വീണ്ടും മഴ കനക്കും. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്, നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. ഓണലഹരിയിലേക്ക് മലയാളികൾ. നാളെ ഉത്രാടം. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കം. ഓണപൂജകൾക്കായി ശബരിമല നട വൈകിട്ട് തുറക്കും. ചൈനയുമായി അതിർത്തി തർക്കം ചർച്ച ചെയ്യാൻ ഇന്ത്യ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബീജിംഗിലേക്ക്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി നാളെ ചർച്ച. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അടുത്ത മാസം ഇന്ത്യയിൽ. കടുത്ത സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇറാനെ പൂട്ടാൻ അമേരിക്ക. ഉപരോധത്തിന്റെ വിശദാംശങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. ഉപരോധം യുദ്ധപരാജയത്തിന്റെ തെളിവെന്ന് ഇറാൻ. സമാധാന ചർച്ചകൾക്കായി പാക് സൈനിക മേധാവി അസിം മുനീർ ഇന്ന് ഇറാനിൽ. കൊളംബോ ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ കൂറ്റൻ സ്കോർ ലക്ഷ്യമിട്ട് ഇന്ത്യ. രണ്ടാം ദിനം തുടങ്ങാനിരിക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ്. ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി വാർത്തകൾ വിശദമായി നോക്കാം. ഇഡി കേസ് പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണാഘോഷം നടത്തിയ സംഭവത്തിൽ വീഴ്ച വരുത്തിയ 6 പോലീസ് ഉദ്യോഗസ്ഥരെ AR ക്യാമ്പിലേക്ക് മാറ്റും. GD ചാർജുള്ള ഉദ്യോഗസ്ഥനും പ്രതികൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോൾ നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 6 പേരെയാണ് തൽക്കാലത്തേക്ക് AR ക്യാമ്പിലേക്ക് മാറ്റുന്നത്. പോലീസിന് അപമാനിക്കുന്ന സംഭവമായെന്നും പ്രതികളെ തടയാത്തത് വീഴ്ചയായെന്നുമാണ് വിലയിരുത്തൽ. സിറ്റി പോലീസ് കമ്മീഷണറാണ് നടപടി തീരുമാനിച്ചത്. SHOയുടെ കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന കാര്യം IG തലത്തിൽ തീരുമാനിക്കും. SHO പ്രശാന്ത് ഇന്നലെ സ്റ്റേഷൻ ചുമതല വിട്ടു. തൃശൂരിലേക്ക് പുതിയ ചുമതലയ്ക്ക് അദ്ദേഹം പോവുകയുണ്ടായി. ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിൽ പോലീസുകാർക്ക് പ്രതികളുമായി എന്തെങ്കിലും തരത്തിൽ ഗൂഢാലോചന ബന്ധമുണ്ടോ എന്നതിൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ തുടരന്വേഷണം നടത്തും. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും PA മുഹമ്മദ് റിയാസ് MLAയ്ക്കും നിഖിൽ അടക്കമുള്ള CPM നേതാക്കൾക്കും പ്രതിരോധം തീർത്ത് CPM. നേതാക്കൾക്കെതിരായ ED വേട്ടയാടലിൽ ഭയക്കുന്ന പാർട്ടിയല്ല CPM. വിശ്വാസ്യത ഇല്ലാത്ത ഏജൻസിയാണ് ED എന്നും വിചിത്രമായ കാര്യങ്ങളാണ് കേസിൽ നടക്കുന്നതെന്നും CPM പറയുന്നു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് കമ്പനി നേരിടട്ടെ എന്നാണ് പാർട്ടി നിലപാടെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് നമ്മളുമായി ചേരുന്നത്. ഗുഡ് മോർണിംഗ് അനീഷ്. ഓണക്കാലത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഓണത്തിന്റെ ആശംസകൾ നേരുകയാണ് അനീഷ്.
CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ഇപ്പോൾ ഒരുപാട് ED അന്വേഷണം ഉൾപ്പെടെ നടന്നിരുന്നു. ഇപ്പോൾ ഒരുപാട് വാർത്തകൾ ചർച്ചയാവുകയാണ്. ഇപ്പോൾ ഇതാ CPMന്റെ ഭാഗത്തു നിന്നും ഭയക്കുന്ന ഒരു പാർട്ടിയല്ല എന്നുള്ള രീതിക്കുള്ള ഒരു പ്രതികരണമൊക്കെ വന്നിരിക്കുകയാണ്. എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അനീഷ്? ഹാപ്പി ഓണം. എന്തായാലും ഈ ഓണക്കാലത്തും എടുക്കപ്പെട്ട ഒരു വിശദീകരണ യോഗം വിളിച്ച് തങ്ങളുടെ നേതാക്കളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് CPM ഇക്കാര്യത്തിൽ മാറിയിരിക്കുന്നത്. EDയുടെ ദേശീയ തലത്തിൽ പോലുമുള്ള ട്രാക്ക് റെക്കോർഡ് അങ്ങേയറ്റം മോശമാണ് എന്നടക്കമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് MV ഗോവിന്ദൻ നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തത്. പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ദേശീയ നേതാക്കളെ പോലും ദിവസങ്ങളോളം ജയിലിൽ അടച്ചെങ്കിൽ പോലും പിന്നീട് ആ കേസിൽ ഒന്നും നടക്കാതെ അദ്ദേഹത്തെ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് കോടതിയിൽ നിന്നും ഉണ്ടായത്. ന്യൂസ് ക്ലിക്കിന്റെ ഉടമയായ ബുർക്കായത്തെ പോലുള്ള ആളുകളെയും ഇതുപോലെ അന്യായമായി കള്ളപ്പണ കേസിന്റെ പേരിൽ ജയിലിൽ അടച്ചെങ്കിലും അവരെ അടക്കം പുറത്തേക്ക് വിടുന്ന നിലപാട് കോടതിയിൽ നിന്നും സ്വീകരിക്കപ്പെട്ടു. കേവലം 5% മാത്രം കേസുകളിലാണ് കുറ്റപത്രം പോലും സമർപ്പിക്കാൻ EDക്ക് കഴിയുന്നതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് തികച്ചും ഈ ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിലെ പാവ എന്ന രീതിയിലാണ് ഈ ED പ്രവർത്തിക്കുന്നത്. ED രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ പരിശോധിച്ചാൽ അതിൽ 95% ഈ പ്രതിപക്ഷത്തുള്ള നേതാക്കളെയും അല്ലെങ്കിൽ അത്തരത്തിലെ പ്രവർത്തകരെയും ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നത്. പലയിടങ്ങളിലും ED കേസെടുക്കുന്ന ആളുകൾ പിന്നീട് BJPയിലേക്ക് മാറുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ പോലുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ BJP പാളയത്തിലേക്ക് EDയുടെ കേസ് ഭയന്ന് എത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇത്തരം വിരട്ടലും വിലപേശലും ഒന്നും CPMനോട് നടക്കില്ല എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത്. ആദ്യഘട്ടത്തിൽ CMRL ഇടപാട് വീണയുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് നീങ്ങിയതെങ്കിൽ പിന്നീട് അത് പാർട്ടിയുടെ ഉന്നതനായ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നു. മുഹമ്മദ് റിയാസ് അടക്കമുള്ള കോഴിക്കോട് ജില്ലയിലെ പ്രമുഖരിലേക്ക് പിന്നീട് അന്വേഷണം നീങ്ങുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുകയാണ്. ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് ഭരണം നഷ്ടമായ ശേഷം CPM നേതാക്കൾക്കെതിരെ കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കരുവന്നൂർ ബാങ്ക് ഇടപാടിലും മറ്റുമൊക്കെ സമാനമായ രീതിയിൽ തന്നെ യാതൊരു തെളിവുകളും ഇല്ലാതെ CPM നേതാക്കളെ പ്രതി ചേർക്കുന്ന സാഹചര്യമുണ്ടായി. ഇതുപോലെ തന്നെ പാർട്ടിക്കെതിരെ പുകമറ തീർത്ത ഒരു കേസായിരുന്നു ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടും സംഭവിച്ചത്. പിന്നീട് ആ ലാവ്ലിൻ കേസ് തന്നെ ഒന്നുമല്ലാതായി മാറുന്ന വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. നാളെ 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തിപ്പെട്ടു. ഇതിന്റെ സ്വാധീനത്തിലാണ് സംസ്ഥാനത്ത് പരക്കെ മഴ പ്രതീക്ഷിക്കുന്നത്. അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. മറ്റന്നാളോടെ മഴ കുറയും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിർത്തി തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ചൈനയിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്കാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ സന്ദർശനം. ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യിയുമായി നാളെ ചർച്ച നടത്തും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അടുത്ത മാസം ഇന്ത്യയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷിക്കുന്നതിനാൽ ഡോവലിന്റെ സന്ദർശനം നിർണായകമാണ്. തുടർ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനായി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും. രാജ്യവ്യാപക പ്രക്ഷോഭം പിൻവലിക്കുന്നതിന് കേന്ദ്രം നൽകിയ വാഗ്ദാനങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തും. BJPയുടെ പുതിയ ജനസമ്പർക്ക പരിപാടിയെ കോക്രോച്ച് ജനതാ പാർട്ടി പരിഹസിച്ചു. രാജ്യത്തെ യുവാക്കളെ തുക്കടെ തുക്കടെ ഗാങ്ങുമായി താരതമ്യം ചെയ്ത BJP ദേശീയ പ്രസിഡന്റ് നിതിൻ നബിനെ വിമർശിച്ച് പാർട്ടിയുടെ മുഖ്യ വക്താവ് സൗരവ് ദാസ് എക്സിൽ പോസ്റ്റ് ചെയ്തു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നത്. രഞ്ജിത്ത്, ആദ്യമായി തന്നെ ഗുഡ് മോർണിംഗ്. ഓണത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. CJP ഇന്ന് ഡൽഹിയിൽ വെച്ച് വർക്കിംഗ് കമ്മിറ്റി യോഗം നടത്തുകയാണ്. അവർ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ സർക്കാർ
അംഗീകരിക്കാത്തതിനെ അല്ലെങ്കിൽ അതിലൊരു നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെയൊരു യോഗം ചേരാൻ പോകുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് രഞ്ജിത്ത് കൂടുതൽ വിവരങ്ങൾ? സാറേ, ഏതായാലും രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഒപ്പം ഞങ്ങളുടെ വോളണ്ടിയർമാരും മറ്റൊരു സമരത്തിനായി തയ്യാറെടുക്കണം എന്നുള്ള ആഹ്വാനം CJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് നൽകുന്ന സൂചന ഒരു രണ്ടാം ഘട്ട സമരത്തിലേക്ക് CJP മാറുന്നു എന്നുള്ളതാണ്. സംശയമില്ല. അതൊരു പക്ഷേ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കും എന്ന കാര്യത്തിലാണ് ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ യോഗം നിർണായകമായി മാറുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ CJP രംഗത്ത് വന്നത് BJP ഈ CJPയുടെ ഒരു വളർച്ച അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കിടയിലെ ജൻസികൾക്കിടയിലെ സ്വാധീനവുമായി ബന്ധപ്പെട്ട് സ്മൃതി ഇറാനിയെ മുൻനിർത്തിയുള്ള പുതിയ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്മൃതി ഇറാനിയെ പ്രത്യേകിച്ചും നമുക്കറിയാം ഏറെ കാര്യങ്ങൾ ഫലപ്രദമായി പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള ഒരു നേതാവ് കൂടിയാണ്. അവർ കുറച്ചു നാളായി BJPയുടെ നേതൃതലത്തിൽ നിന്ന് പുറകോട്ടായിരുന്നു. അവരെ ഇപ്പോൾ നേതൃത്വത്തിലേക്ക് എത്തുകയും ദേശീയ ജനറൽ സെക്രട്ടറിയാക്കി മാറ്റുകയും ചെയ്യുകയും ജൻസികളുമായി സംവദിക്കാൻ അവരെ ഏർപ്പാട് ചെയ്യുകയും ചെയ്ത ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷമാണ് ജൻസികളിലേക്ക് എത്തുക എന്നുള്ളത് BJPയുടെ പുതിയ ലക്ഷ്യമാണ്. ഇതിനെ തുടർന്നാണ് CJP വീണ്ടും പ്രക്ഷോഭവുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേന്ദ്ര സർക്കാർ രാജ്യത്തെ യുവാക്കളെ വഞ്ചിച്ചു എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണം എന്നും സർക്കാർ ഇല്ലെങ്കിൽ ജന്തർ മന്ദറിൽ സമരം ശക്തമാക്കുമെന്നുമാണ് ഇപ്പോൾ CJP നേതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത ഘട്ട സമര പരിപാടികളാകും ഇന്ന് പ്രഖ്യാപിക്കുക എന്നാണ് അറിയുന്നത്. വിദ്യാർത്ഥികൾക്കെതിരായ FIRകൾ പിൻവലിക്കുന്നതിലും റദ്ദാക്കുന്നതിലും കേന്ദ്രം ഒളിച്ചു കളിക്കുന്നു എന്നാണ് ഇപ്പോൾ CJP വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ജൂലൈ 25-നാണ് ഏതാണ്ട് ഒരു മാസം നീണ്ട സമരം CJP അവസാനിക്കുകയും മറ്റും ചെയ്തത്. അത് നീറ്റ് ചോദ്യപേപ്പർ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടായിരുന്നു. ഏതായാലും ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് പരമാവധി ധനസഹായം നൽകുക, സമരക്കാർക്കെതിരെ കേന്ദ്ര സർക്കാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളും എടുത്ത കേസുകൾ പിൻവലിക്കുക, ഭാവിയിൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാതിരിക്കുക, ഒപ്പം പരീക്ഷാ പരിഷ്കരണത്തിനായി CJP മുന്നോട്ട് വെച്ച 5 പരിപാടികളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുക എന്നിവയായിരുന്നു കേന്ദ്ര സർക്കാർ അംഗീകരിച്ച പ്രധാന നിർദ്ദേശങ്ങൾ. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കേന്ദ്രം പുറകോട്ട് പോയി എന്നാണ് CJPയുടെ ഇപ്പോഴത്തെ ആരോപണം. ഒപ്പം ഈ FIRകൾ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടും അതിൻ്റെ പട്ടിക കോടതിക്ക് നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്ന ഗുരുതരമായ ആരോപണവും CJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് യുവാക്കളോട് കാട്ടുന്ന വിശ്വാസവഞ്ചനയാണ് എന്നാണ് ഇപ്പോൾ CJP പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു വ്യക്തത, അതിൻ്റെ ഒരു രീതി എന്താണ്, അതുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്നുള്ളതൊക്കെ ഇന്ന് അറിയാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സേറ, ശരി, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ CJPയുടെ ഈ ഒരു യോഗത്തിനൊടുവിൽ അവരുടെ തുടർ പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. കാസർഗോഡ് DFOയ്ക്കെതിരെ ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന് കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ റെയിൽവേ പോലീസാണ് DFO ജോസ് മാത്യുവിനെതിരെ കേസെടുത്തത്. ഓഖ എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. സ്ത്രീകളോട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചെന്നാണ് പരാതി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ബൈജു, ആദ്യമായി തന്നെ ഗുഡ് മോർണിംഗ്. കാസർഗോഡ് DFOയ്ക്കെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് പുറത്തു വന്നിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? ഗുഡ് മോർണിംഗ്. അതായത് ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. ഈ കാസർഗോഡ് DFOയും കണ്ണൂർ ജോസ്ഗിരി സ്വദേശിയുമായ ജോസ് മാത്യുവിനെതിരെയാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഓക്ക എക്സ്പ്രസിൽ വെച്ചായിരുന്നു. ഇന്നലെ പുലർച്ചെ 3:38 വരുന്ന ഈ ഓക്ക എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ സ്ത്രീകളോട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചെന്നാണ് പരാതി. ഈ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോട്ടേക്കാണ് ഈ ട്രെയിനിൽ ഇദ്ദേഹം വരുന്നുണ്ടായിരുന്നത്. DFO ഇങ്ങനെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയത് മോശം ആംഗ്യം കാണിച്ചുമെന്നാണ് ഈ FIRൽ പറയുന്നത്. അതിക്രമം നേരിട്ട ഉടൻ തന്നെ സ്ത്രീകൾ പോലീസ് കൺട്രോൾ റൂമിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് വിവരം. ഇയാൾക്ക് നോട്ടീസ് നൽകി വിട്ടയക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ സ്ത്രീകളോട് അശ്ലീല ചേഷ്ടകൾ കാണിച്ചതിനും അപമര്യാദയെ പെരുമാറിയതിനും കേരള പോലീസ് ആക്ട് 119A പ്രകാരമാണ് ഇപ്പോൾ DFO ജോസ് മാത്യുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, KV ബൈജു ആണ് നമുക്ക് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മൂവാറ്റുപുഴ ജില്ല പോലെ മലപ്പുറത്തും പുതിയ ജില്ല അനിവാര്യമാണെന്ന് PK നവാസ് MLA.
കണക്കുകളും ഭരണപരമായ ആവശ്യകതയും ഒരു പുതിയ ജില്ല അനിവാര്യമാക്കുന്നുവെങ്കിൽ 2 ജില്ലകളും പിറക്കണം. 10 വർഷം അനീതി കാണിച്ച സർക്കാരിന് അന്ത്യം കുറിച്ചാണ് VDS സർക്കാർ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് പുതിയൊരു ജില്ലയല്ല, ജില്ലകൾ പിറക്കുക എന്നത് തന്നെയാണ് ഈ സർക്കാരിന്റെ നീതിയെന്നും നവാസ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ഓണവിശേഷങ്ങളാണ് എല്ലായിടത്തും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓണ വാർത്തകൾ, എല്ലായിടത്തും തിരക്കുകളാണ്. കടകളിലേക്കൊന്നും നമുക്ക് കയറാൻ പോലും സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു തിരക്കാണ് റോഡുകളിലും മാർക്കറ്റുകളിലും കടകളിലും ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെങ്ങും ഓണവിശേഷങ്ങളാണ്. നമുക്ക് ഇനി ഒരുപാട് ഓണ വാർത്തകളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഞാൻ തിരികെ എത്താം. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് ഈ മോർണിംഗിൽ ഇനി ഒരു ചെറിയ ഇടവേള. കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം ഇന്ന് വൈകിട്ട് കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ, ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മേയർ VV രാജേഷ്, ഡോക്ടർ ശശി തരൂർ MP തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഓണാഘോഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ ലഹരി വസ്തുക്കളുടെ കടത്തും വിതരണവും തടയാൻ പോലീസും എക്സൈസും ചേർന്ന് പരിശോധനകൾ ഊർജിതമാക്കി. അതിഥി തൊഴിലാളികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രധാന റോഡുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് നിലവിൽ കർശന നിരീക്ഷണവും വാഹന പരിശോധനയും നടക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നവമി, ആദ്യമായി തന്നെ ഗുഡ് മോർണിംഗ്. ഓണത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഓണത്തിന്റെ പ്ലാൻസ് ഒക്കെ സെറ്റായെന്ന് വിചാരിക്കുന്നു. ശരി, ഇപ്പോൾ ഓണക്കാലമാണ്. സ്വാഭാവികമായും നമ്മുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെയുള്ള ആൾക്കാർക്ക് കുറച്ചൊരു ലഹരിയൊക്കെ ഉപയോഗിച്ചൊന്ന് ഓണം ആഘോഷിക്കണമെന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസും എല്ലാവരും ഇപ്പോൾ ഇതിനെതിരെ ഉള്ള തെരച്ചിലൊക്കെ ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? എവിടെ എത്തി നിൽക്കുന്നു ഈ തെരച്ചിലൊക്കെ? സെറ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. ആദ്യം തന്നെ പറയട്ടെ, നമുക്കറിയാം ഈ ഓണക്കാലത്തോടനുബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്നത്. അതിൽ ആഘോഷങ്ങൾക്കെല്ലാം മുഖ്യ സ്ഥാനം വഹിക്കുന്നത് മദ്യമായിരിക്കും. നമുക്കറിയാം സംസ്ഥാന സർക്കാർ പോലും ഓണം കഴിഞ്ഞതിന് ശേഷം ആദ്യം പുറത്തുവിടുന്ന കണക്ക് ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പന എന്നതായിരിക്കും. എന്നാലും അതൊക്കെ കടന്നു കഴിഞ്ഞ് ഇപ്പോൾ വലിയ ലഹരിയിലേക്കാണ് നമ്മുടെ കുട്ടികളും അല്ലെങ്കിൽ ഈ ആഘോഷ പരിപാടികളിലൊക്കെ ഇടം പിടിച്ചിരിക്കുന്നത്. ഇത് വലിയ ദോഷകരമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഒരു പടി കൂടി കടന്നുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇത്തവണത്തെ പരിശോധന. പ്രത്യേകിച്ച് ഓണാഘോഷ കോളേജുകൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഓണാഘോഷങ്ങൾ, ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഓണാഘോഷങ്ങൾ, ഇവിടെയെല്ലാം വലിയ രീതിയിൽ ലഹരി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കണക്കാക്കിക്കൊണ്ട് വലിയ ശക്തമായിട്ടുള്ള പരിശോധന തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. പ്രത്യേകിച്ച് പോലീസും എക്സൈസും സംയുക്തമായിട്ടാണ് ഈ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇതിൽ പരിശോധന ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ഈ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ കേരളത്തിലേക്ക് ബസ്സുകളും ട്രെയിനുകളിലൊക്കെ ആളുകൾ കൂടുതലായി എത്തുന്ന സമയമാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഇത് ഒരു കാരിയറായി അല്ലെങ്കിൽ കേരളത്തിലേക്ക് ലഹരി എത്തിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമായിട്ടാണ് ഈ ലഹരി കടത്തുകാർ അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള പരിശോധന, അന്തർ സംസ്ഥാന ബസ്സുകൾ, ട്രെയിനുകൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ച് ശക്തമായിട്ടൊരു പരിശോധനയിലേക്കാണ് പോലീസ് കടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ഒഴിഞ്ഞ ഇടങ്ങൾ, അതോടൊപ്പം തന്നെ ബസ് സ്റ്റോപ്പുകൾ, ആളുകൾ കൂടി നിൽക്കുന്ന ഇടങ്ങൾ, ഇവിടെ എല്ലാം തന്നെ പോലീസ് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന, മഫ്തിയിലടക്കം പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിലുള്ള പരിശോധനയും ശക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പതിവ് കാഴ്ചയാണ്. ആഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞുകൊണ്ട് വാഹനം ഓടിച്ച് നിരത്തിലൂടെ അപകടകരമായിട്ടുള്ള രീതിയിലേക്കൊക്കെ പോകും
കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ലഹരി കടത്തുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ സ്വകാര്യ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ശക്തമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ലഹരി പിടികൂടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസും എക്സൈസും ഈ ഓണക്കാലത്ത് കുറച്ചുകൂടി ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. പിന്നീട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ പെരുമ്പാവൂർ അടക്കമുള്ള ഇടങ്ങൾ, കൊച്ചിയിൽ പ്രത്യേകിച്ച് വരുമ്പോൾ പെരുമ്പാവൂരിലാണ് ഇതിന്റെ വലിയൊരു കേന്ദ്രമായി മാറിയിരിക്കുന്നത്. അവർ നാട്ടിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോഴുള്ള ഇത് കടത്താനുള്ള ഒരു സാധ്യത കൂടുതലായതിനാൽ അന്യസംസ്ഥാന തൊഴിലാളികളെയുമൊക്കെ പോലീസ് കൃത്യമായി പരിശോധിച്ചു വരുന്നുണ്ട്, നിരീക്ഷിച്ചു വരുന്നുണ്ട്. എന്തായാലും ഓണം അവസാനിക്കുന്നത് വരെ ശക്തമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് രാവും പകലുമായി പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടക്കുന്നത്. ശരി, നവമി ദിനേശാണ് നമ്മളോടൊപ്പം ചേർന്നത്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ആഘോഷങ്ങളാണ്, കുറച്ച് മദ്യവും ലഹരിയും ഒക്കെ ആവാമെന്ന് എല്ലാവർക്കും തോന്നുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതല്ലാണ്ട് ഓണം ആഘോഷിക്കാനൊക്കെ നമുക്ക് മറ്റ് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നുള്ളത് ഞാൻ എൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഓണാഘോഷം ആവേശപൂർവ്വം തുടരുകയാണ്. കോട്ടയത്തെ ജിമ്മന്മാരുടെ ഓണാഘോഷ കാഴ്ചകളാണ് ഇനി. പുഷപ്പ് മത്സരം ഉൾപ്പെടെ അല്പം വ്യത്യസ്ത തരം മത്സരങ്ങളുമായാണ് കോടിമത ഫിറ്റ്നസ് HP ജിമ്മിന്റെ ഓണക്കാഴ്ചകൾ തുടങ്ങുന്നത്. നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വേഗം തിരികെ വരാം. 16, 17, 18, 19, 20, 21, 22, 23, 30, 31, 32, 33, 34, 36, 37, 28, 29, 40, 41. ജിമ്മന്മാരുടെ ഓണാഘോഷത്തിലെ പുഷപ്പ് മത്സരമാണ് കണ്ടത്. അവിടെ തീർന്നില്ല. ഈ ജിമ്മന്മാരുടെ ഓണാഘോഷം എന്ന് പറയുമ്പോൾ കരുത്ത് കാട്ടാനുള്ള ഒരു വേദി കൂടിയാണല്ലോ. അവിടെ ഒന്നാണ് ഇനി നടക്കുന്നത്, വടംവലി മത്സരം. അപ്പോൾ ബെസ്റ്റ് ഓഫ് 3യിലെ അവസാന മത്സരമാണ്. 1-1 സ്കോർ. പറ്റിപ്പോയി. പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ സംഭവിച്ചതാണ്. ഒറ്റയ്ക്കുള്ള ഗെയിമുകളായിരുന്നെങ്കിൽ നേടിയാനെ. പുഷപ്പ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. ഒന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതും ഞാൻ ജയിച്ചേനെ. ഞാനും എൻ്റെ ടീമും തോൽവി സംഭവിച്ചിരിക്കുന്നു. അവിടെ 3 പേരുടെ കൂടുതലും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സംഭവിച്ചത്. ഞങ്ങൾ കറക്റ്റ് ടീം കറക്റ്റ് വലിയായിരുന്നു. അപ്പോൾ കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ഞങ്ങൾ കോട്ടയംകാർ അല്ലെങ്കിലും കുറച്ച് പൊളിയാണ്. എന്തായാലും കോട്ടയത്തു നിന്നുള്ള ഒരു കുറച്ച് ജിമ്മന്മാരുടെയും ജിമ്മത്തുകളുടെയും ഓണാഘോഷങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും കേരളം അങ്ങോളം ഇങ്ങോളം വലിയ ആഘോഷമാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഈ ഓണം എന്തായാലും തിമിർത്തുകൊണ്ടിരിക്കുകയാണ് കേരളം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പൊളി ഓണം 2026 ഭാഗമായി ഭൂതത്താൻകെട്ടിൽ നടന്ന ജെൻസി റേസ്, മഡ് റേസ് ഓഫ് റോഡ് പ്രേമികൾക്കും കാണികൾക്കും ആവേശമായി. വിവിധ വിഭാഗങ്ങളിലായി 100ഓളം വാഹനങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. V12 റേസ് സൊല്യൂഷൻസ് ആണ് മത്സരം സംഘടിപ്പിച്ചത്. V12 കിങ് ഓഫ് ഡേർട്ട്, V12 SUV ട്രെയിൽസ് എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത്. വനിതകൾക്കായി പ്രത്യേക വിഭാഗ മത്സരങ്ങളും ഒരുക്കിയിരുന്നു.
ഇന്നലെ തുടക്കം കുറിച്ചു. V12 നേതൃത്വത്തിൽ മഡ് റേസ് നടത്തുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 100ഓളം പാർട്ടിസിപ്പൻസാണ് ഈ 4 വീൽ മഡ് റേസിൽ പങ്കെടുക്കുന്നത്. വലിയ ആവേശമായി ഈ മഡ് റേസ് മാറിയിരിക്കുകയാണ്. ജനങ്ങൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ ഓണാഘോഷ വേളയിൽ ഈ മഡ് റേസിനെ കാണുന്നത്. വലിയ ജനപിന്തുണയും യുവാക്കളുടെ വലിയ മുന്നേറ്റവും നമുക്ക് ഈ മഡ് റേസിൽ കാണാൻ കഴിയും. ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഒരു വെറൈറ്റി ഓണക്കാഴ്ചകളൊക്കെയാണ് നമ്മൾ എന്തായാലും ഇടുക്കി ജില്ലയിൽ നിന്നും കണ്ടത്. അജൈവ മാലിന്യങ്ങൾ കൊണ്ട് പൂക്കളം ഒരുക്കി മുക്കം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. കുറ്റിപ്പാലയിലുള്ള മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഗോഡൌണിലാണ് പ്ലാസ്റ്റിക് കളം ഒരുക്കിയത്. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റ് അജൈവ വസ്തുക്കളുമാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത്. മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിച്ച് ഓരോ നിറങ്ങൾക്ക് അനുസരിച്ച് വേർതിരിച്ച് കട്ട് ചെയ്തെടുത്ത ശേഷമാണ് മനോഹരമായ കളം തയ്യാറാക്കിയത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ ഈ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഞങ്ങൾ മുക്കം നഗരസഭയിലെ ഹരിതകർമ്മസേനയാണ്. ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഓണം എന്തെങ്കിലും ഒരു വെറൈറ്റി, എന്തെങ്കിലും ഒരു പ്രത്യേകത ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പൊ എല്ലാരും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ തോന്നി വീടുകളിൽ നിന്നും പിന്നെ ഷോപ്പുകളിൽ നിന്നൊക്കെ എടുക്കണേ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ ഒരു പൂക്കളം ഉണ്ടാക്കാനുള്ള തീരുമാനമായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരോടും കൂടി ചേർന്ന് വീടുകളിൽ നിന്ന് ശേഖരിച്ച തുണി, പ്ലാസ്റ്റിക്കുകള്, പിന്നെ പേപ്പറുകള്, പിന്നെ പ്ലാസ്റ്റിക്കിലെ പല ഐറ്റംസ് ഉണ്ട്, അതൊക്കെ കൂടി ചേർത്ത് അരിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരോടും കൂടി ഇങ്ങനെ ഒരു പൂക്കളം ഉണ്ടാക്കിയത്. ഈ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ഇൻഫോ പാർക്കിലെ ഓണാഘോഷ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ടെക്നോ പാർക്കിലെ, നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ടെക്കികൾ എന്താണ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ടെക്കികൾ ഒരുക്കിയ ഓണപ്പാട്ടിന് പറ്റിയ പേരാണ് ഓണം പ്രോമാക്സ്. പേര് പോലെ പ്രോമാക്സ് ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നത്. ഒരു ദിവസം 15 മണിക്കൂർ ക്യാമ്പ്. മൈ ജി ഫ്യൂച്ചർ പ്രസൻസ് ഉത്രാടദിന പ്രത്യേക പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൈ ജി ഫ്യൂച്ചർ. മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് ഈ മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് ബാക്കി വാർത്തകളിലേക്ക് പോകാം. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ നാട്ടുകാരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. മഹസറിൽ സമീപത്തെ വീട്ടമ്മയെ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കാനുള്ള ശ്രമം തടഞ്ഞയാൾക്ക് നേരെയാണ് ഭീഷണി എന്നാണ് പരാതി വന്നിരിക്കുന്നത്. കഞ്ഞിക്കുഴി മാമച്ചൻ കുന്നിലാണ് സംഭവം. കാര്യമല്ലാതെ ഞാൻ ചോദിക്കും. നിങ്ങൾ പോയി കഴിഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ ഇവിടെ ഒരു സ്ത്രീ മാത്രമുള്ള വീട്ടിൽ കയറി നിങ്ങൾ മൊഴി എടുക്കുമ്പോ എന്താ മൊഴിന്ന് ഞാൻ ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കും. ചേച്ചി ഇത് ഇല്ലാത്തൊന്നും എഴുതി കൊടുക്കണ്ട കേട്ടോ, ആവശ്യമില്ലാത്തൊന്നും എഴുതി കൊടുക്കണ്ട. അത് ചേച്ചിയുടെ ഇഷ്ടമല്ലേ? ചേച്ചിയുടെ ഇഷ്ടമല്ലേ? ചേച്ചി എന്നാ ചെയ്യണ്ടേ? നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ മൊഴി എടുക്കാൻ വന്നതല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ സാറിനോട് നല്ല മര്യാദക്കല്ലേ പറഞ്ഞു അല്ലേ? ഈ കൂട്ടുകാരൊക്കെയാണ്. വി കെ സ്റ്റാലിനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സ്റ്റാലിൻ, നാട്ടുകാരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഉയർത്തിയത്? എപ്പോഴായിരുന്നു സംഭവം? പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? കുറെ കാലങ്ങളായിട്ട് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തില് ഈ വനം വകുപ്പിന്റെ കടന്നുകയറ്റം വളരെ ശല്യമാണ്. വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ജനദ്രോഹപരമാണെന്നുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഒരു 50 വർഷം 60 വർഷങ്ങൾക്കൊക്കെ അപ്പുറത്ത് ജനങ്ങള് കുടിയേറി താമസിച്ച പ്രദേശങ്ങളാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഈ മാമച്ചൻകുന്ന് എന്നൊക്കെ ഇപ്പൊ ഈ വിഷയം ഉണ്ടായ പ്രദേശങ്ങളൊക്കെ. അവിടെയെല്ലാം വനം വകുപ്പ് അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, പ്രത്യേകിച്ചും പട്ടയമില്ലാത്ത ഭൂമിയാണ് അവിടെ കൂടുതലും ഉള്ളത്. അപ്പൊ ജോയിന്റ് വെരിഫിക്കേഷൻ ഉൾപ്പെടെ പലപ്പോഴും നടന്നു പോയിട്ടുള്ള പ്രദേശങ്ങളുമാണ്. പട്ടയത്തിന് വേണ്ടിയിട്ട് ആളുകൾ
കാത്തിരിക്കുന്ന ഒരു പ്രദേശമാണ് കർഷകർ. അപ്പൊ അവിടെ വനം വകുപ്പ് അവിടെ അവകാശം കൂടുതൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടും ഒക്കെയുള്ള വലിയ തരത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ്. ഇതിനിടെ നിരവധി തവണ വീടുകൾ കളഞ്ഞ സന്ദർഭങ്ങളുണ്ടായി. ആ സമയങ്ങളിലൊന്നും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ സഹകരണം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ എപ്പോഴും അവിടെ ഒരു വനം വകുപ്പും ജനങ്ങളുമായിട്ട് വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് മുൻപ് സ്ഥാപിച്ചിരുന്ന ഒരു ജെണ്ട, അതിർത്തി തിരിക്കുന്ന ജെണ്ട പൊളിച്ചു മാറ്റി എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. ഒരു ജെണ്ട അവിടെ കാണാതായിട്ടുമുണ്ട്. അത് ആര് പൊളിച്ചു എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷെ അവർക്ക് ചില വ്യക്തികളെ കേന്ദ്രീകരിച്ച് അവരാണ് ഇത് പൊളിച്ചു നീക്കിയത് എന്നുള്ള ഒരു ധാരണ പ്രകാരമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടത്തി വരുന്നത്. അതിന്റെ ഭാഗമായി ജെണ്ടയുടെ സമീപത്ത് മറ്റൊരു സ്ഥലത്തുള്ള ഒരു വീട്ടില് ഒരു വീട്ടമ്മ തന്നെയുള്ള സമയത്ത് അവിടെ കയറി ചെന്ന് ഒരു മഹസർ തയ്യാറാക്കിയിട്ട് ആ മഹസറിൽ സാക്ഷിയൊപ്പ് പിടിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഇത് പലപ്പോഴും ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെയെല്ലാം പ്രത്യേകിച്ചും സാക്ഷിയൊപ്പിടുന്ന ആൾക്കാരെയും ഈ മഹസറിൽ ആരോപിക്കപ്പെടുന്ന വ്യക്തികളെയൊക്കെ ഉൾപ്പെടെ ഒരുപാട് കള്ള കേസുകളിലൊക്കെ കൊടുക്കുന്ന വലിയ പ്രതിസന്ധികൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇതും ഉണ്ടായത് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ യുവാവ് പ്രത്യേകിച്ചും ആ വീട്ടില് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഒരു ഒറ്റയ്ക്ക് ആ വീട്ടിലെ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ വീട്ടമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വനിതാ ഉദ്യോഗസ്ഥരില്ലായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇക്കാര്യം ഉൾപ്പെടെ യൂണിഫോം ഇല്ലാത്ത ആൾക്കാർ വന്നതും ഇത്തരത്തിലെ വനിതാ ഉദ്യോഗസ്ഥരില്ലാത്ത കാര്യങ്ങളുമൊക്കെയാണ് ഈ യുവാവ് ചോദ്യം ചെയ്തത്. ഈ കർഷക സംഘടനകൾ, കർഷകരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രതിനിധി കൂടിയാണ് ഈ യുവാവ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പ്രകോപനം ഉണ്ടാവാനുള്ള കാരണമുണ്ട്. അതായത് ഇയാൾ അവിടെ എത്തിയിട്ട് ഈ വീട്ടമ്മയോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ അങ്ങനെ ഒപ്പിട്ട് കൊടുക്കരുത് എന്ന്. ഇതിന് മുൻപ് ഒപ്പിട്ട് കൊടുത്ത പലർക്കും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ഈ നാട്ടുകാർ ആ തരത്തിലുള്ള നാട്ടുകാരായ പ്രദേശവാസിയായ യുവാവ് അങ്ങനെ ഇടപെടാൻ കാരണം. ഏതായാലും അത് ഇവരിൽ വലിയ പ്രകോപനം ഉണ്ടാക്കി. അവര് പരസ്പരം വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒറ്റയ്ക്ക് കിട്ടിയാൽ അത് പുറത്ത് കിട്ടുമ്പോൾ കൈകാര്യം ചെയ്യുമെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഡ്യൂട്ടി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള കാര്യത്തില് പരാതി നൽകിയിട്ടുണ്ട്. യുവാവിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. സ്റ്റാലിനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്. യുദ്ധം അന്തിമഘട്ടത്തിലേക്കെന്ന് പ്രഖ്യാപിച്ച അമേരിക്ക ഇറാന്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും വിച്ഛേദിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളിലേക്കും കടക്കുകയാണെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. അതിനിടെ ഹോർമസിൽ ടോൾ പിരിക്കാനുള്ള കരട് നിയമനത്തിന് ഇറാൻ അംഗീകാരം നൽകി. മക്ക പ്രതിരോധ കരാറിലേക്ക് ഇറാനെയും ക്ഷണിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും PR കാർത്തിക്കാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കാർത്തിക്, ഇപ്പോൾ ഇത് US പറയുന്നു യുദ്ധം അന്തിമഘട്ടത്തിലേക്ക് എന്നൊക്കെ, ഒരു സമാധാന അന്തരീക്ഷമൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? സറ, ഇറാൻ അമേരിക്ക യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്ക നേരത്തെ തന്നെ സൈനിക നടപടികൾക്ക് പിന്നാലെ ശക്തമായ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ നയതന്ത്ര ചർച്ചകളിലേക്ക് ഇറാനെ മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തിങ്കളാഴ്ച പുറത്തുവിടും എന്നായിരുന്നു അറിയിപ്പ്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ ട്വീറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ട്വീറ്റിൽ വ്യക്തമാക്കുന്നത് എൻഡ് ഗെയിം ആരംഭിക്കുന്നു എന്നാണ്. അതായത് യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ്. സാമ്പത്തിക ഉപരോധങ്ങൾ കടുപ്പിക്കാനാണ് ഈ ഘട്ടത്തിൽ അമേരിക്ക ആലോചിക്കുന്നത്. ഇതിനായി സാധ്യമായ എല്ലാ വഴികളും ഉപയോഗിക്കാനാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശം എന്നും സ്കോട്ട് ബെസന്റ് ട്വീറ്റിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഏതൊക്കെ തരത്തിലാണ് ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനുള്ള നിബന്ധനകൾ എന്ന് ഈ ട്വീറ്റിൽ വ്യക്തമാക്കുന്നില്ല. അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇറാന് ഇപ്പോൾ ഇറാന്റെ ജീവനാഡിയായ സാമ്പത്തിക സ്രോതസ്സുകൾ, അതായത് ഈ ഉപരോധ സമയത്തും ഇറാന്റെ ആവശ്യങ്ങൾ നിറവേറ്റി വരുന്ന സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം അടയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാകും ഉണ്ടാകുക എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ ഘട്ടത്തിലും ഇറാൻ ശക്തമായ നിലപാടിൽ തന്നെയാണ്. നയതന്ത്ര ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾക്കൊന്നും തന്നെ ഇറാൻ ഈ ഘട്ടം വരെയും വഴങ്ങുന്ന ഒരു സൂചനയും നൽകിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ചർച്ചകൾ നിർണായകമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം ഇന്ന് അസീം മുനീർ ടെഹ്റാനിൽ എത്തുന്നു എന്നതാണ്. ടെഹ്റാനിൽ അദ്ദേഹം ഇറാൻ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവരുമായി ചർച്ചകൾ നടത്തും എന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ. നേരത്തെ നമുക്കറിയാം, പാകിസ്ഥാൻ മുൻകൈയെടുത്താണ് ജൂൺ 17 ഒപ്പുവെച്ച സമാധാന പ്രാഥമിക ധാരണ ിലേക്ക് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. എന്നാൽ ആ കരാർ പിന്നീട് നിശ്ചലമാവുകയായിരുന്നു. ആ കരാർ സ്തംഭിച്ച അവസ്ഥയിൽ നിന്ന് മാറ്റാൻ
നിലവിൽ നയതന്ത്ര ചർച്ചകളുടെ മേശയുടെ ഇരുവശത്തേക്കും ഇറാനെയും അമേരിക്കയെയും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാവും അസീം മുനീറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. നേരത്തെ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും സമാനമായ പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് അസീം മുനീറിൻ്റെ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ഒപ്പം നിലവിലെ ഈ മേഖലയിലുള്ള സാഹചര്യങ്ങളും സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ചർച്ചകളും നടക്കും എന്ന് ഇറാൻ തന്നെ സൂചന നൽകിയിരുന്നു. ഇസ്മായിൽ ബാഗേയിയുടെ പ്രതികരണമാണ് ആ ഘട്ടത്തിൽ വന്നതും. അതുമായി കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും ചർച്ചകൾ സജീവമായി നടക്കും. പക്ഷേ ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. കാരണം സൗദിയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് ഒപ്പുവെച്ച മെക്ക പ്രതിരോധ കരാറിലേക്ക് ഇറാനെയും ക്ഷണിച്ചു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ കരാറിൽ സംബന്ധിച്ച ഇറാനെയും ക്ഷണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം സൗദിയുടെ ഭാഗത്തു നിന്നോ ഇറാൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെ വന്നിട്ടില്ല. എങ്കിൽ കൂടിയും അത് ഈ ഘട്ടത്തിൽ അൽ മയാദീൻ എന്ന മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മൂന്ന് രാജ്യങ്ങളോ ഇറാനോ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിൽ കൂടി. ന്യൂസ് ഡെസ്കിൽ നിന്നും നമുക്ക് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പിലാത്തറയിൽ ലോറികൾ കൂട്ടിയിടിച്ച് തീപിടിച്ച് 2 മരണം സംഭവിച്ചിട്ടുണ്ട്. തകരാറിലായതിനെ തുടർന്ന് ലോറി നിർത്തി അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. നിർത്തിയിട്ട ലോറിയിലേക്ക് ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുമേഷ് മൊറാഴയാണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. സുമേഷ്, കണ്ണൂരിൽ നിന്നുള്ളൊരു വാർത്തയാണ്. അതായത് നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്കാണ് ഒരു ടാങ്കർ ലോറി ഇടിച്ചു കയറിയത്. 2 പേർ മരണപ്പെട്ടതായുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തെങ്കിലും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ മറ്റാർക്കെങ്കിലും? ഒപ്പം നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടിയിലേക്ക് ഇടിച്ചു കയറുക എന്ന് പറയുമ്പോൾ ഡ്രൈവറുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും അശ്രദ്ധയുണ്ടായിട്ടുണ്ടോ? ഇന്ന് ഈ പുലർച്ചെ 3:30 ഈ സംഭവം ഉണ്ടായിരുന്നത്. ഈ കണ്ണൂർ പിലാത്തറ KSTP റോഡിലായിരുന്നു ഈ ദാരുണമായ സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം ഈ മരം കയറ്റി വന്ന ലോറി ഈ തകരാറായതിനെ തുടർന്ന് ഈ റോഡരികെ നിർത്തിയിട്ടിരുന്നു. പിന്നീട് ഇന്നലെ രാത്രിയും തകരാർ പരിഹരിക്കാൻ എത്തിയ മെക്കാനിക്കും ഇതുപോലെ തന്നെ ഇതിന്റെ സഹായിയുമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഈ തകരാർ സംഭവം നടന്ന തകരാർ പരിഹരിക്കുന്നതിനിടെ ഇന്ന് അതിന്റെ പിറകിൽ ഒരു ലോറി വന്നിടിക്കുകയായിരുന്നു. അതിന്റെ ഒരു ടാങ്കർ ലോറി വന്നിടിക്കുകയായിരുന്നു. ഈ ടാങ്കർ ലോറി ഇടിക്കുന്ന ആഘാതത്തിൽ ആണ് ഈ ഇത്തരം ഒരു തീപിടുത്തമുണ്ടായത്. ഏതായാലും ആരാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഏതായാലും അവരുടെ പേര് വിവരങ്ങൾ അല്പസമയത്തിൽ നമുക്ക് ലഭ്യമാകും. അവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും പോലീസ് എത്തിയ അനന്തര നടപടി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. ശരി, സുമേഷ് മൊറാഴയാണ് നമ്മളുമായി വാർത്തകളുടെ വിവരങ്ങളുമായി ചേർന്ന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അടുത്തതായി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോകാം. തിരുവനന്തപുരം സ്വദേശി കാവ്യ കൃഷ്ണയുടെ പിറന്നാളാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് സുശാന്തും കുടുംബവും സുഹൃത്തുക്കളുമാണ്. ചൂണ്ടൽ നിവാസികളായ ഷിനീഷിന്റെയും സൗമ്യയുടെയും 18ാം വിവാഹ വാർഷികമാണെന്ന് ആശംസകൾ അറിയിക്കുന്നത് മകളായ അനാമിത്ര, അമീഷ് എന്നിവരാണ്. ഇനിയും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും, പ്രത്യേകിച്ച് ഓണത്തിലേക്ക് അടുക്കുകയാണ്. നാളെ ഉത്രാടമാണ്. ഓണ വാർത്തകളൊക്കെയാണ് പ്രത്യേകമുള്ളത്. നാളെയും ഇതേ സമയം കൃത്യം രാവിലെ 7 മണിക്ക് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നതായിരിക്കും. അച്ചായൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ദിസ് ഇസ് സെറാമിയ ഐസൻ സൈനിങ് ഓഫ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.